ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ BGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിലേക്ക് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ആൻഷ്യൻ്റ് റോമൻ കൾച്ചറിനെ കുറിച്ചും അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ഓതേഴ്സിനെ കുറിച്ചും പിന്നെ പ്രധാനമായി ഹോറസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സട്ടയർ 104 എന്ന സട്ടയറിൻ്റെ സമ്മറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നമ്മൾ ഓതേഴ്സിൻ്റെ ലിസ്റ്റ് പറഞ്ഞതിൽ ഒരാളുടെ പേരുണ്ടായിരുന്നു. ആരായിരുന്നു? ഓവിഡ്. അപ്പോൾ ഓവിഡിനെ കുറിച്ച് ആണ് നമ്മൾ ഇനിയുള്ള യൂണിറ്റിൽ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 16 ഓവിഡ് ലൈഫ് ലിറ്ററേച്ചർ വർക്ക്സ് ആൻഡ് ബക്കസ് ബുക്ക് 3 എന്ന യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ യൂണിറ്റ് നെയിം അത്യാവശ്യം ലെങ്തിയാണ്, പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കാൻ പാകത്തിൽ ഉള്ള കാര്യമല്ല. ഈസി ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് കേട്ടോ. കുറച്ചധികം കഥകൾ പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ. സോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓവിഡാണ്. ഓവിഡിനെ കുറിച്ചും അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ബയോഗ്രഫിയെ കുറിച്ചും, ബയോഗ്രഫിയെ കുറിച്ചും ഓൾസോ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള മെറ്റാമോർഫോസിസ് എന്ന ആ ഒരു എപ്പിക്കിനെ കുറിച്ചും അതിലുള്ള കുറച്ച് കഥകളുമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കഥകൾ ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ എപ്പിക്ക് പോലെ ഒരുപാട് നമുക്ക് പഠിക്കാനില്ല. കുഞ്ഞു കുഞ്ഞു കഥകൾ, അങ്ങനെ കുഞ്ഞു ഷോർട്ട് സ്റ്റോറീസ് പോലുള്ള കുറച്ച് കഥകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഓവിഡിനെ കുറിച്ച് നോക്കാം അല്ലേ. Ovid was born Publius Ovidius Naso on March 20 in 43 BCE, a year after the death of Emperor Julius Caesar in സുലുമോ ഇൻ എ വെൽത്തി ഫാമിലി. അപ്പോൾ അദ്ദേഹം സുലുമോ എന്നുള്ള ഒരു വെൽത്തി ഫാമിലിയിൽ മാർച്ച് 20 43 BCE ടൈം പീരീഡിലാണ് ജനിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ സുലുമോ നൗ കാൾഡ് സുൽമോന ഇൻ സിറ്റുവേറ്റഡ് ഇൻ അബ്രസി ഇൻ സെൻട്രൽ ഇറ്റലിയിലെ ഒരു സ്ഥലമാണ്, അവിടുത്തെ ഒരു ഫാമിലിയാണ്, പോപ്പുലർ ആയിട്ടുള്ള വെൽത്തി ഫാമിലിയാണ് സുലുമോ കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു ക്ലാസിക്കൽ റൈറ്ററാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് കൂടുതൽ പേരും ഈ സട്ടയർ, ട്രാജഡി ഇതിൻ്റെയൊക്കെ പിറകെ പോയപ്പോൾ ഇദ്ദേഹം ഒരു വെറൈറ്റി കണ്ടന്റാണ് പരീക്ഷിച്ചത്. എന്താണ്? ലവ് പോയിന്റ്സ് ഒക്കെ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും ലവ് തീം വെച്ചിട്ട് അന്ന് ഇത്രയും ഫേമസ് ആയ വേറെ ഒരു പോയറ്റ് ഇല്ലായിരുന്നു. ഓവിഡായിരുന്നു അന്ന് ഈ ലവ് തീമിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പോയറ്റ്സിൻ്റെ വർക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്താണ് എഴുതി തുടങ്ങിയത്. ആരുടെയൊക്കെയാണ്? ഇവിടെ കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഹിസ് റൈറ്റിംഗ്സ് ആർ ഇൻഡെപ്റ്റഡ് ടു ദ വർക്ക്സ് ഓഫ് ഹോമർ, ഹെസിയോഡ്, യൂറിപ്പിഡൈസ്, തിയോക്രൈറ്റസ്, കാലിമക്കസ്, വെർജിൽ, ടൈബിലസ്, ഹോറസ് ആൻഡ് പോർപ്പേഷ്യസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ വർക്ക് ഇൻഫ്ലുവൻസ് ചെയ്താണ് ഇദ്ദേഹം എഴുതി തുടങ്ങിയത്. അപ്പോൾ ഇദ്ദേഹത്തിന് വെൽത്തി ഫാമിലിയാണ്, എഴുതാനുള്ള എല്ലാ കഴിവും ആരോഗ്യം എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ മാത്രം പണി കിട്ടി. എവിടെയാണ്? അച്ഛൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഒരിക്കലും ഇയാളെ പോയറ്റ് ആവാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. റൈറ്റിങ്സ് ഒന്നും എഴുതാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ യൂണിറ്റിൽ ഹോറസിൻ്റെ കാര്യം പറഞ്ഞു ഹോറസിൻ്റെ ഫാദർ ആയിരുന്നു എഴുതുന്നതിലും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. പക്ഷെ ഓവിഡിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. ഫാദർ ഒരിക്കലും ഓവിഡിനെ എഴുതാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എപ്പോഴും വഴക്കാണ് വീട്ടിൽ ഓവിഡിനെ എഴുതുന്ന കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഫാദർ എഴുതാൻ സമ്മതിക്കാത്തത്? ഫാദർ പറയുന്നത് നമ്മളുടെ ഇല്യാഡ് ഉണ്ടല്ലോ, എപ്പിക് ഇല്യാഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് സെക്ഷനിൽ. അത് ആരാണ് എഴുതിയത്? ഹോമറിൻ്റെ ഇല്യാഡാണല്ലോ. സോ ഓവിഡ് എപ്പോൾ എഴുതാതിരുന്നാലും അച്ഛൻ എന്ന് പറയുന്നത്, നീ ഹോമറിൻ്റെ ജീവിതം നിനക്കറിയാവോ? ഹോമറിൻ്റെ ജീവിതം എന്താണ്? ഹോമർ ഫേമസ് ആയിട്ടുള്ള എപ്പിക്കായ ഇല്യാഡ് എഴുതി. അങ്ങനെ ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതി പോപ്പുലറായി. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ വന്ന് അദ്ദേഹം പോവർട്ടി കണ്ടീഷൻ എത്തി. പോവർട്ടി കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടത്. സോ നമ്മളുടെ ഒവിഡിൻ്റെ ഫാദർ എപ്പോഴും പറയുന്നത്, നീ പോപ്പുലറായിട്ടിരിക്കുന്ന ഏത് ഓതറിൻ്റെ ജീവിതം വേണേലും നോക്കിക്കേ, അദ്ദേഹം എത്ര പോപ്പുലർ ആയിട്ടുണ്ടെങ്കിലും അവസാനം ദാരിദ്ര്യം വന്നിട്ടാണ് മരിക്കുന്നത്. സോ എൻ്റെ മകൻ അങ്ങനെ ആവാൻ പാടില്ല, അതിനെ ഞാൻ സമ്മതിക്കില്ല. സോ ഡെഫിനറ്റ്ലി ആ ഫാദർ എന്ത് ചെയ്തു? മകനെ പോയംസോ മറ്റ് എപ്പിക്കോ ഒന്നും എഴുതാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. സോ ഹോറസിൻ്റെ ജീവിതം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് എഴുതാൻ അറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ലാസ്റ്റ്
വാറിൽ തോറ്റിട്ട് ഉള്ള ഫാമിലി സഹിതം എല്ലാം നഷ്ടപ്പെട്ടു, പോവർട്ടി വരെ ആയല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് പല ഫേമസ് ആയിട്ടുള്ള പോയിറ്റ്സിൻ്റെ ജീവിതം എടുത്താലും ഇങ്ങനെയാണ്, ഫൈനൽ സ്റ്റേജിൽ ഭയങ്കര ദുരിതമായിരിക്കും. സോ അതുകൊണ്ടാണ് ഓവിഡിൻ്റെ ഫാദർ എഴുതാനായിട്ട് സമ്മതിക്കാതിരുന്നത്. ബട്ട് എന്ത് ചെയ്തു, ഓവിഡ് ഇതെല്ലാം ചെവിക്കൊള്ളാതെ എഴുതി തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ വർക്കിനുള്ള സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു, ലവ് ആണ് കൂടുതൽ തീം. ഓൾസോ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൂടുതലും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോൾ റിവെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അധികം അങ്ങോട്ട് കുത്തും കൊലപാതകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം ഒരു പീസ്ഫുൾ രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത്? ഇദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്ത് അങ്ങനെ യുദ്ധമോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്താണ് ജീവിച്ചത്. സോ അദ്ദേഹത്തിന് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ കൂളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോയംസും മറ്റ് എപ്പിക്കും എല്ലാം കൂൾ കണ്ടീഷനിലായിരുന്നു കേട്ടോ. സോ his work, The Amours or Loves, was published around 20 BC. It has 3 books on the theme of love. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ അമോർസ്. അമോർസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലവ് എന്നാണ് അതിൻ്റെ മീനിങ്. അമോറോസ് അല്ലെങ്കിൽ അമോർ, ഇതെല്ലാം ലവേഴ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇത് 3 ബുക്കുകളിലായിട്ട് 20 BC-യിലാണ് പബ്ലിഷ് ചെയ്തതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വന്ന അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണ്? ഹെറോയിഡ്സ് ഓർ ഹെറോയിൻസ് took him into uncharted territory. In this work, comprising 40 letters written by legendary women to their husbands or lovers, അതിനുശേഷം അദ്ദേഹം ഇറക്കിയ ഒരു വർക്കാണ് ഹീറോയിഡ്സ് അല്ലെങ്കിൽ ഹീറോയിൻസ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഹി ഓൾസോ ബ്രോട്ട് എ ട്രാജഡി അബൌട്ട് മീഡിയ രണ്ടും വരും കേട്ടോ. അതൊരു ലാറ്റിൻ വേർഡാണ്, സോ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല. സോ നമുക്ക് മീഡിയ എന്ന് പറയാം അല്ലേ. ഓക്കെ, പോപ്പുലർ ഫിഗർ ഓഫ് പവർ, മാജിക് ആൻഡ് റിവെഞ്ച്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ലവ് പോയംസും ഡ്രാമാസൊക്കെ എഴുതി. അങ്ങനെ ലാസ്റ്റ് അദ്ദേഹം ഒരു ട്രാജഡി ഡ്രാമ എഴുതി കേട്ടോ. ട്രാജഡി വർക്കിൻ്റെ പേരാണ് മെഡിയ. അതൊരു പവർ, മാജിക്, റിവെഞ്ച് ഇതൊക്കെയാണ് അതിൽ കണ്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓവിഡ് wrote Elegies in the first 25 years of his writing career. അദ്ദേഹം റൈറ്റിംഗ് എഴുത്ത് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 25 വർഷം കൂടുതലായിട്ട് അദ്ദേഹം എലിഗീസ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്. എലിഗീസ് എന്ന് പറയുമ്പോൾ അതൊരു മരണം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ഇപ്പോൾ ഒരാൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള പോയംസ്, ഒരു ദുഃഖം ആയിട്ടുള്ള അയാളുടെ ഓർമ്മകളും അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളതാണ് എലഗീസ് എന്ന് പറയുന്നത്. സോ എലഗീസ് ആണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് 24 years ഓഫ് റൈറ്റിംഗ് കരിയറിൽ എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള എന്താണ്? ദേ ഇൻക്ലൂഡഡ് അമോർസ്, ഹെറോയിഡ്സ്, ആർസ് അമറ്റോറിയ ആൻഡ് റെമഡിയ അമോറിസ്. അതിലാണ് ഈ ഹെറോയിഡ്സ് എന്നുള്ള ആ ട്രാജഡിയൊക്കെ ആ ഒരു ഫസ്റ്റ് 25 വർഷത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓവിഡ് ഓൾസോ wrote on the art of seduction and the art of falling out of love. Around 1 BC or 2 AD, he wrote the Ars Amatoria, Fedicamina Facie, ഫെമിനീൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മേക്കപ്പ് ഫോർ എ വുമൺസ് ഫേസ്. ആർട്സ് അമോട്ടോറിയ എന്ന് പറയുമ്പോൾ ആർട്ട് ഓഫ് ലവ്, മേക്കപ്പ് ഫോർ എ വുമൺസ് ഫേസ്, റെമഡീസ് ഓഫ് ലവ് എന്നീ ബുക്കുകൾ അദ്ദേഹം അതിനുശേഷം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടുത്തെന്താണ്? ഓവിഡ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ മെറ്റാമോർഫോസിസ്. അപ്പോൾ ഓവിഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട എന്താണ്? മെറ്റാമോർഫോസിസ് ആണ്. അപ്പോൾ എല്ലാ പോപ്പുലർ ആയിട്ടുള്ള ഓതേഴ്സിനും ഏതെങ്കിലും ഒരു ആർട്ട് വർക്ക് ഉണ്ടാവും അല്ലേ. ഹൊറൈസ് എടുത്താൽ അദ്ദേഹത്തിൻ്റെ സട്ടയർ, ഹോമർ എടുത്താൽ ഹോമറിൻ്റെ ഇല്ലിയാഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ വെർജിൽ എടുത്താൽ എന്താണ്? വെർജിലിൻ്റെ ആനയുടെ. ഇങ്ങനെ എല്ലാവർക്കും പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഓവിഡിൻ്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്, എപ്പിക്കാണ് മെറ്റാമോർഫോസിസ്. സോ ഇന്ന് നമ്മൾ മെറ്റാമോർഫോസിസിനെ കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ മെറ്റാമോർഫോസിസ് എ സിംഗിൾ പോയം ഓഫ് 15 ബുക്സ് പ്രോബബിളി കംപ്ലീറ്റഡ് അറൗണ്ട് 8 AD. അത് 8 AD ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരുപാട് നാളത്തെ മുൻപത്തെ കാര്യമാണല്ലോ. സോ അതിൽ ടൈമിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും ഉറപ്പില്ല. റിട്ടൺ ഇൻ ദ ഡയാക്ടലിക് ഹെക്സാമീറ്റർ. സട്ടയറൊക്കെ എഴുതിയിട്ടുള്ള എപ്പിക്കുകൾ നോർമലി എഴുതുന്ന ഡയാക്ടലിക് ഹെക്സാമീറ്ററിലാണ് ഈ മെറ്റാമോർഫോസിസ് എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താണ്?
ഇങ്ങനെ കുറച്ച് പോയിന്റ് നമുക്ക് നോക്കാം. മെറ്റാമോർഫോസിസ് എന്ന് പറയുമ്പോൾ 8 AD എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 250 സ്റ്റോറീസ് ആണ് ഈ ഒരു മെറ്റാമോർഫോസിസ് എന്നുള്ള ഈ ഒരു എപ്പിക്കിലുള്ളത്. അത് 12,000 ലൈൻസിലാണ് ഈ ഒരു സ്റ്റോറി വന്നിട്ടുള്ളത്. ഓൾസോ 15 ബുക്കായിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ മെറ്റാമോർഫോസിസിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. 250 സ്റ്റോറീസായി 15 ബുക്കുകളിലായി 12,000 ലൈൻസിൽ ഡയാറ്റലിക് ഹെക്സാമീറ്ററിൽ 8 AD ടൈമിൽ ഇറക്കിയ ഒരു എപ്പിക്കാണ്. മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഓവിഡിന്റെ എപ്പിക്കാണ് മെറ്റാമോർഫോസിസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് അതുവരെ പഠിച്ചതിൽ പറയാനായിട്ട്. പിന്നെ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് എക്സാമിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റാമോർഫോസിസ് എന്ന എപ്പിക്ക്, ഇതൊരു എപ്പിക്കാണെന്ന് പറഞ്ഞല്ലോ, ബാക്കിയുള്ള ട്രഡീഷണൽ എപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നതെന്നാണ് ഈ ഒരു ചോദ്യം. നമുക്ക് മുമ്പുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യനിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ മെറ്റാമോർഫോസിസ് എന്നുള്ള ഈ ഒരു എപ്പിക്കില് ഒരുപാട് ഹീറോ ഉണ്ട്. ഒരു സെൻട്രൽ ക്യാരക്ടർ അല്ല, ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ബട്ട് നോർമലി ഉള്ള മറ്റ് എപ്പിക്കുകൾ എടുത്താൽ അതിലേതെങ്കിലും ഒരു സെൻട്രൽ ക്യാരക്ടറേ ഉണ്ടാവുള്ളൂ. അതിനിപ്പോൾ ഒഡിപ്പിക്സ് സ്ട്രെസ് എടുക്കുവാണെങ്കിൽ അതിൽ ഒഡിപ്പിക്സ് സ്ട്രെസ് ആണ് അതിലെ ഹീറോ അല്ലേ. ഇനി നമ്മളുടെ രാമായണം എടുത്താൽ, ഇന്ത്യൻ എപ്പിക്ക് എടുത്താൽ അതിൽ രാമനാണ് ഹീറോ ആയിട്ട് വരുന്നത്. അത് പണ്ടുള്ള ഒരു ട്രഡീഷനാണ്. എപ്പിക്ക് എടുത്താൽ അതിൽ ഏതെങ്കിലും ഒരു ഹീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെല്ലാം മാറ്റിക്കുറിച്ചുകൊണ്ട് ഒരു വ്യത്യസ്ത എപ്പിക്ക് രീതി കൊണ്ടുവന്നത് ഈ ഒവിഡാണ് ഈ മെറ്റാമോർഫോസിസിലൂടെ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഇതിൽ ഈ എപ്പിക്കിൽ 250 സ്റ്റോറീസ് ഉണ്ട്. 250 സ്റ്റോറീസിലായിട്ട് 250-ലധികം ഹീറോ അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, വേറൊരു വ്യത്യാസം എന്താണ്, നോർമലി ഉള്ള ട്രഡീഷണൽ എപ്പിക്കിലെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു കഥ മാത്രമേ കാണാൻ പറ്റൂ. ഇപ്പോൾ ഒഡിപ്പസ് റസിന്റെ ആ ഒരു എപ്പിക്ക് എടുത്താൽ എന്താണ് അതിൽ, സോഫോക്ലസിന്റെ ഒഡിപ്പസ് റസിന്റെ കഥ മാത്രമേ അതിൽ വരുന്നുള്ളൂ അല്ലേ. തപസ്സിൽ വരികയും പിതാവിനെ കൊന്നിട്ട് മാതാവിനെ വിവാഹം കഴിക്കുന്നു, അങ്ങനെ ഒരു കഥയാണ് ആ കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. പക്ഷേ ഈ മെറ്റാമോർഫോസിസിൽ അങ്ങനെയാണോ? അല്ല. 250 വ്യത്യസ്ത കഥകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പല പല ക്യാരക്ടേഴ്സും പല പല സ്ഥലങ്ങളിൽ നടക്കുന്ന കഥയായിട്ടാണ് വരുന്നത്. ഇതെല്ലാം മറ്റുള്ള എപ്പിക്കിലിൽ നിന്നും ഈ മെറ്റാമോർഫോസിസിനെ വ്യത്യസ്തമാക്കുന്നു. അടുത്ത പോയിന്റ് എന്താണ്, നോർമലി ഉള്ള മറ്റ് എപ്പിക്കിലെല്ലാം ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്നായിരിക്കും കഥ ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൽ 250+ സ്റ്റോറീസ് ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പല സമയങ്ങളിലാണ് ഈ ഓരോ കഥയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, പല സ്റ്റോറീസിൽ നിന്ന് ഒരുപാട് മെസ്സേജസ് ഈ സമൂഹത്തിലോട്ട് വരുന്നുണ്ട്. ഓൾസോ പണ്ടുള്ള ആ ഒരു ട്രഡീഷണൽ എപ്പിക് രീതി എന്ന് പറഞ്ഞാൽ ഒറ്റ കഥയെ ഒരു എപ്പിക്കിൽ പാടുള്ളൂ എന്നായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഓവിഡ് മെറ്റാമോർഫോസിസിന്റെ എന്ന ഒരു എപ്പിക്കിലൂടെ പുതിയ ഒരു എപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുവന്നു. ഇതുകൊണ്ടൊക്കെയാണ് ബാക്കിയുള്ള ട്രഡീഷണൽ എപ്പിക്കിൽ നിന്ന് മെറ്റാമോർഫോസിസ് വ്യത്യസ്തമാകുന്നത്. സോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ ഒരു ഉത്തരം പറയാട്ടോ. ഞാൻ പോയിന്റ് വൈസ് പറഞ്ഞു, നിങ്ങൾക്കത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് ദ മെറ്റാമോർഫോസിസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 250 സ്റ്റോറീസ് 15 ബുക്കുകളിലായിട്ട് 1200 ലൈൻസിൽ എപ്പിക്കാണ്. ഓക്കെ, ഡയാറ്റലിക് ഹെക്സാമീറ്ററിലാണ് ഇത് എഴുതി 8 AD ടൈം പീരീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. അടുത്ത് ഈ മെറ്റാമോർഫോസിസ് എന്ന ഈ ഒരു ഇതിൽ 15 ബുക്കായിട്ടാണ് ഇറക്കിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ 15 ബുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, പോയിന്റ് വൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ പഠിക്കണം എന്നില്ല, കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ബുക്കുകൾ അടുത്ത യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്, അതിലെ കഥ എന്താണെന്ന്. സോ ജസ്റ്റ് വായിച്ച് വയ്ക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് 1-2 വായിക്കാം. ബുക്ക് 1 ദ ക്രിയേഷൻ എന്ന കഥയാണ്. ദ ക്രിയേഷൻ, ദ 4 ഏജസ്, ദ ജയൻസ്, ലയക്കോൺ, ദ ഫ്ലഡ്, അങ്ങനെയുള്ള പാൻ ആൻഡ് സിനിക്സ്, ഫെയ്റ്റൺ എന്നീ കഥകളാണ്. ഇനി ബുക്ക് 2-ലാണെങ്കിൽ ഫെയ്റ്റൺ, കൽസ്റ്റോ, ദ റാവൻ ആൻഡ് ദ ക്രൗ, ബട്ടസ്, അഗ്ലോറസ്. ബുക്ക് 3-ലാണെങ്കിൽ കാഡ്മസ്, അക്ടേണ്, സെമിലി, ടൈറേഷ്യസ്, ഇങ്ങനെ കഥകളാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഓരോ ബുക്കിൽ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ 15 ബുക്കുകളാണ് ഓവിഡ് പുറത്തിറക്കിയിട്ടുള്ളത്. ഓക്കെ, അത് ഓരോ കണ്ടിന്യൂഷനായിട്ട് ഇറക്കിയതാണ്.
Ovid influenced many writers to come even centuries after him. The dates and time given below given an idea about the spread of his influence through the ages. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒവിഡിന്റെ ഈ ഒരു 15 ബുക്കുകളിലായിട്ട് 250 കഥകൾ ഉണ്ടെന്ന്. ഇതിൽ ഓരോ കഥയിലും ഓരോ കഥയും കഥാനായകന്മാരുമായിരിക്കും അല്ലേ. അപ്പൊ ഇദ്ദേഹം ജനിച്ചു മരണപ്പെട്ടതിന് ശേഷവും ഒരുപാട് വർഷം കഴിഞ്ഞും സെഞ്ചുറീസ് കഴിഞ്ഞും ഓരോ പോയറ്റുകളും അതിനുശേഷം വന്ന ഓരോ പോയറ്റ്സുകളും ഇദ്ദേഹത്തിന്റെ കഥകളിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെടുത്ത് പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, അതായത് നമ്മൾ ഈ മഹാഭാരതം ഉണ്ടല്ലോ, മഹാഭാരതത്തില് അഭിജ്ഞാന ശാകുന്തളം അതിൽ നിന്ന് വന്നതാണ്. അതായത് മഹാഭാരതത്തില് ശാകുന്തളോപജ്ഞാനം എന്നുള്ള ഒരു ഖണ്ഡമുണ്ട്. അതിലാണ് ശകുന്തളയുടെ ചെറിയൊരു കഥ പറയുന്നേ ഉള്ളൂ, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ ഈ മഹാഭാരതത്തിലെ ശാകുന്തളോപജ്ഞാനം എന്നുള്ള ഭാഗത്തിലെ ശകുന്തള എന്ന ക്യാരക്ടറിനെ എടുത്തിട്ടാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള ആ ഒരു എപ്പിക്ക് പുറത്തിറക്കിയത്. അപ്പൊ ചെറിയൊരു ക്യാരക്ടറിൽ നിന്ന് ശകുന്തളയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലോട്ട് കാളിദാസൻ നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഒവിഡിന്റെ ഫോർപോസിന്റെ 250 സ്റ്റോറീസിലെ പല നായകന്മാരെ എടുത്ത് അതിനുശേഷം വന്ന കവികൾ അല്ലെങ്കിൽ കഥാകൃത്തുകൾ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ അധികം കഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ചിലത് ചൗസറിനെ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. അദ്ദേഹം 1380 ഒവിഡിന്റെ കഥ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഹൗസ് ഓഫ് ഫെയിം എന്നൊരു കഥ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്പെൻസർ 1590 ദ ഫെയറി ക്യൂൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു, ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1674 മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ്, ഇത് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതെല്ലാം. സോ ഇതെല്ലാം ഒവിഡിന്റെ ഈ മെറ്റാഫോർഫോസിസ് എന്നുള്ള ഈ ഒരു എപ്പിക് 250 സ്റ്റോറിയിൽ ഓരോ കഥയിൽ നിന്നാണ് പല കഥാകൃത്തുകളും അതിനുശേഷം ഓരോ കഥകൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഒവിഡിനെ കുറിച്ചും മെറ്റാഫോർഫോസിസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പറഞ്ഞു. നെക്സ്റ്റ് ഉള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത്. കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ കണ്ടന്റ് ആണെങ്കിൽ വളരെ ചുരുങ്ങിയൊരു സംഭവം ഉള്ളതാണ് കേട്ടോ. കുഞ്ഞൊരു കണ്ടന്റ് ആണ്, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട്. സോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ് ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് അതിൽ പറയുന്നത്? ഈ മെറ്റാഫോർഫോസിസിലെ ഒരു ബുക്ക്, 3rd ബുക്കിലെ കഥ കംപ്ലീറ്റ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.